മതസൗഹാർദ്ദവും മാനവികതയും വിളിച്ചോതി കോഴഞ്ചേരി സെൻറ് മാത്യൂസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്നുള്ള ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണം. ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ കോഴഞ്ചേരി ഗ്രാമത്തെ രോഗദുരിതങ്ങളിൽ നിന്നും മറ്റാപത്തുകളിൽ നിന്നും കരുതണമെന്ന പ്രാർത്ഥനയോടെ നടത്തുന്ന ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണത്തിന് 150ഓളം വർഷത്തെ ചരിത്രമാണുള്ളത്. മതസൗഹാർദ്ദത്തിന് മാതൃകയായ കോഴഞ്ചേരിയുടെ ചരിത്രത്തിൽ സെൻറ് മാത്യൂസ് ഓർത്തഡോക്സ് വലിയ പള്ളിക്കും സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. കോഴഞ്ചേരിയിലെ ഏറ്റവും പുരാതനമായ ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നായ സെൻറ് മാത്യൂസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണവും നടന്നു വരുന്നത്. 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നാടെങ്ങും പകർച്ചവ്യാധി ഭീഷണി നിലനിന്ന കാലത്ത് സെൻറ് മാത്യൂസ് ദേവാലയത്തിൽ നിന്നും നാടിനായി പ്രാർത്ഥനയോടെ നടത്തിയ ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണത്തെ ജാതിമത ഭേദങ്ങൾക്കതീതമായി കോഴഞ്ചേരി നിവാസികൾ ഏറ്റെടുക്കുകയായിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണത്തിന് പ്രദേശത്തെ NSS കരയോഗം, പാമ്പാടിമൺ ക്ഷേത്രം, കൊല്ലൂരേത്ത് ക്ഷേത്രം എന്നിവിടങ്ങളിലടക്കം ഇതര മതസമൂഹങ്ങളും സ്ഥാപനങ്ങളുമടക്കം സ്വീകരണം നൽകും. ജാതിമത ഭേദമില്ലാതെ പ്രദക്ഷിണത്തെ വീടുകൾക്ക് മുമ്പിൽ മെഴുകുതിരിയും നിലവിളക്കും ദീപങ്ങളും തെളിയിച്ച് കോഴഞ്ചേരി നിവാസികൾ സ്വീകരിക്കും. തിരുവാഭരണ ഘോഷയാത്ര ഇതുവഴി കടന്നു വരുമ്പോഴും കോഴഞ്ചേരിയിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളടക്കം സ്വീകരണം നൽകി വരുന്നുണ്ട്. കോഴഞ്ചേരിയിൽ നിന്ന് ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള മാരാമൺ പള്ളിയോടത്തിലെ തുഴച്ചിൽക്കാരായി നിരവധി ക്രിസ്ത്യൻ യുവാക്കളും ഉണ്ടാവും. ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിമുറ്റത്തെ കുരിശടിക്ക് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണം കോഴഞ്ചേരിയുടെ ഒട്ടെല്ലാ പ്രദേശങ്ങളിലും സന്ദർശനം നടത്തുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോൺ ഫിലിപ്പോസ് പറഞ്ഞു. കോഴഞ്ചേരിയിലെ മത സൗഹാർദ്ദതയുടെ പ്രതീകമാണ് കോഴഞ്ചേരി സെൻറ് മാത്യൂസ് ഓർത്തഡോക്സ് പള്ളി. പരമ്പരാഗതമായിട്ട് ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പേ പകർച്ചവ്യാധിയുടെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ആളുകൾ മരിച്ചു വീഴുന്ന കാലഘട്ടത്തിൽ പൂർവികർ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പെരുന്നാളിനോടനുബന്ധിച്ച് റാസ നടത്തുകയും അതിപ്പോൾ പ്രദക്ഷിണമായിട്ട് മാറി ഗ്രാമം മുഴുവൻ ചുറ്റി അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് ഈ പള്ളിക്കുള്ളത്. അതിൻ്റെ ഗുണം ധാരാളമായിട്ട് അനുഭവിച്ച ഈ നാട്ടിലെ ജനങ്ങൾ ഈ പരമ്പരാഗത പ്രദക്ഷിണത്തെ, ഗ്രാമശുദ്ധീകരണ പ്രദക്ഷിണത്തെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തിൻ്റെ ഒരു പ്രത്യേകത. റേഡിയോ ന്യൂസ് പത്തനംതിട്ട.